ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നോമ്പറക്കുന്ന ടൈമിൽ ഉണ്ടാക്കി പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ ബ്രെഡ് പോളയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പിന്നെ ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ നോമ്പറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 2 പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് ആദ്യം ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതോടൊപ്പം തന്നെ ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത 2 മുളകും അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കൂടി ഇതിന് കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല പൊടിയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇത് ഈ മസാലയിലിട്ടിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് നേരം വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ആ മസാലയിലേക്ക് ഈ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ മസാല ഫ്രൈ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3ഉം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് 3ഉം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് പാനിൽ വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് നമ്മൾ 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ എണ്ണം നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ പാത്രം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വേണ്ടി വരും. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ മുട്ടയുടെ മിക്സും കൂട്ടേണ്ടി വരും. ഇനി അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ആദ്യം ഞാൻ ഓയിലൊന്ന് ആദ്യം ഇതിലേക്ക് കുറച്ച് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ബ്രെഡ് ഇതേപോലെ നല്ല രീതിയിൽ ആ മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് എല്ലാ ഭാഗവും കവർ ചെയ്യണ രീതിയിൽ ഇങ്ങനെ ഓരോ ബ്രെഡായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടിവശം മുഴുവനായിട്ട് ഇതാ നല്ല രീതിയിൽ കവർ ചെയ്യണ രീതിയിൽ ബ്രെഡ്. അപ്പോൾ ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള മസാല മുഴുവനും ഇതേപോലെ ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതിന് മുകളിൽ ഫുള്ള് കവർ ചെയ്യണ രീതിയിൽ ബാക്കിയുള്ള ബ്രെഡ് ഈ മുട്ടയിൽ മുക്കിയിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് മുകളിൽ ഒഴിക്കാനായിട്ട് വേറൊരു മിക്സും കൂടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഈ മുട്ടയിൽ മിക്സാക്കിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കും ഒരു 1-2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പോളയുടെ മുകളിലായിട്ട് ഇത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഡയറക്റ്റ് വെക്കുന്നില്ല. ഞാൻ ഒരു ദോശത്തവയുടെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിന് മുകളിലുള്ള ഈ ഹോളും കൂടി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും ഇതേപോലെ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ സാധാ ഇറാനി പോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് അതിൻ്റെ മേൽഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രെഡ് പോള ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇഫ്താറിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.